പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇസ്രായേലെ, കർത്താവിൽ ആശ്രയിക്കുക. പ്രതിവചന സങ്കീർത്തനമാണ്. ആശ്രയിക്കുക, കർത്താവിൽ പരിപൂർണമായി ആശ്രയിക്കുക. കാരണം അവന് നമ്മളോട് അനുകമ്പയുള്ള ദൈവമാണ്. വചനമതാ പറയുന്നത്, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. എന്തിനൊക്കെ കുറിച്ചാണ് പരിഭ്രാന്തി? ഇതേ കഴിഞ്ഞ ദിവസവും വന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, ലൈഫ് പോയി എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. ആ കുടുംബത്തിൽ സന്തോഷം കെട്ടിട്ട് കുറച്ച് ദിവസമായി. ആദ്യത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ തുടങ്ങി, അതിനകത്ത് പേരില്ല, അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഭയങ്കര സ്നേഹത്തോടു കൂടെ പോയിരുന്നൊരു കുടുംബത്തിൽ പതിയെ കലഹങ്ങൾ ആരംഭിക്കുന്നു, പള്ളിയിൽ വരാതാവുന്നു. എല്ലാ ദിവസവും വന്നിരുന്നവരെ കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നു. ചിന്ത മുഴുവൻ ഇതാ, ഫോൺ വിളികൾ മുഴുവൻ പലരിലേക്കാണ്. ഇങ്ങനെ പല വഴികളിലൂടെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്. ശരിയാന്ന്, പക്ഷെ കർത്താവ് പറയണ്ടല്ലോ, എന്തിനാ നിങ്ങൾ പരിഭ്രാന്തരാവുന്നത്? എന്തിനാ നിങ്ങൾ അസ്വസ്ഥതപ്പെടുന്നത്? ആകുലപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അതാണ് വചനം പറയണേ, പ്രതിവചന സങ്കീർത്തനം പറയണേ, ഇസ്രായേലെ, കർത്താവിൽ ആശ്രയിക്കുക. കാരണം ആ കർത്താവിന് നമ്മളോട് അനുകമ്പയുള്ള കർത്താവാണ്. നമ്മുടെ പരിഭ്രാന്തിയും നമ്മുടെ നിസ്സഹായതയും മനസ്സിലാക്കിയ തമ്പുരാൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കണേ. അവൻ്റെ മുൻപിൽ വന്നവരിൽ ആരാണ് നിരാശയോടുകൂടെ തിരിച്ചു പോകേണ്ടി വന്നേക്കണേ? ഒറ്റ ഒരാൾ. അവന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കാതെ ഈ സമ്പത്തിലും മറ്റു കാര്യങ്ങളിലും മറ്റു മനുഷ്യരിലും ആശ്രയം വെച്ചിരിക്കുന്നവർക്കല്ലാതെ മറ്റെല്ലാവർക്കും, അവൻ്റെ അടുത്ത് വന്ന എല്ലാവർക്കും സന്തോഷം കിട്ടി, സ്വസ്ഥത കിട്ടി, സൗഖ്യം കിട്ടിയിട്ടാണ് മടങ്ങിപ്പോയേക്കണേ. ഒരാളും നിരാശപ്പെട്ട് മടങ്ങിപ്പോയിട്ടില്ല. കർത്താവിൽ ആശ്രയിക്കുക, ആ കർത്താവിൽ ആശ്രയിക്കുക. ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചു തുടങ്ങുക. ഒന്നാമത്തെ വായന പറയുന്നുണ്ട്, ഇസ്രായേൽ രാജാക്കന്മാരെ വാഴിച്ചു, എന്നാൽ എൻ്റെ ആഗ്രഹം അനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത്, എൻ്റെ അറിവ് കൂടാതെയാണ്. വെറുതെ അല്ല ഇസ്രായേൽ ഇങ്ങനെ പതിയെ നാശത്തിലേക്ക് പോയത്. ദൈവം മാത്രം രാജാവായി, ദൈവം മാത്രം നാഥനായി, കർത്താവ് മുന്നിൽ നിന്ന് നയിച്ച ഒരു ജനത്തെ തൊടാനായിട്ടുണ്ടായില്ല ഒരു മനുഷ്യർക്കും. കർത്താവ് കോപിച്ചപ്പോഴല്ലാതെ, അവിടെ നിന്ന് കൈവിട്ടപ്പോഴല്ലാതെ, ഇങ്ങനെ കർത്താവിൽ ആശ്രയിക്കുക. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. അവിടെ നിന്ന് നമ്മളെ അനുകമ്പയോടുകൂടെ നോക്കുന്നത്. ഒന്നാമത്തെ വായനയുടെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ അകൃത്യങ്ങൾ ഞാൻ ഓർക്കും, അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും, അവർ ഈജിപ്തിലേക്ക് മടങ്ങും. അത്രയ്ക്ക് കർത്താവിനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയണത്. പക്ഷെ എപ്പോഴാണ് അവർ ഈജിപ്തിലേക്ക് മടങ്ങിയത്? പോയിട്ടില്ല. പിന്നെ ഇസ്രായേലും പിന്നെ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. കർത്താവ് അവരോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അനുകമ്പയോടുകൂടെ അവരുടെ പരിഭ്രാന്തിയിലും നിസ്സഹായതയിലും കൂടെ നിന്ന ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു തരണേ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് കർത്താവ് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നപ്പോൾ ആ പയ്യൻ പറയായിരുന്നു വെച്ചാൽ, ഇനി ലൈഫ് ഇല്ലെന്നല്ല തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ കിട്ടാവുന്നത് അത്രയും ഏതാണ്ട് 2-2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിലാണ് കയറിയേക്കണേ. ഈശോ നോക്കിക്കോളൂന്ന് അച്ഛനന്ന് പറഞ്ഞില്ലേ? ആ വാക്കിൻ്റെ പുറത്താ പോയേ. നോക്കിക്കോളൂന്നേ, നോക്കുന്നുണ്ട്, വെറുതെ അല്ല, അനുകമ്പയോടുകൂടെ നോക്കുന്നുണ്ട്. ലൈഫ് തീർന്നതാ, ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാ, ഇനി പോയിട്ടും കാര്യമില്ല എന്നൊക്കെ നിശ്ചയിച്ചതാ. നിസ്സഹായതയുടെ ഈ അവസ്ഥയിൽ കർത്താവ് നമ്മളെ കരം പിടിച്ചു നടത്തും. അവനവരോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. പക്ഷേ കർത്താവ് നോക്കുന്ന ഒരാട്ടിൻകൂട്ടം ആലോചിച്ച് നോക്കി. കർത്താവ് നോക്കുന്ന, അവൻ അവിടെ നിന്ന് ഇടപെടാനായിട്ട് ആഗ്രഹത്തോടുകൂടെ നോക്കി നിൽക്കുന്ന ഒരു ജനം. എൻ്റെ ലൈഫ് കർത്താവ് കെയർ ചെയ്യുന്നുണ്ട്. ഇതിലപ്പുറം എന്ത് വേണം നമുക്ക്? പക്ഷേ അവിടുത്തെ കരുതൽ അനുഭവിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കുന്ന ഞങ്ങളുടെ മേൽ അനിവ് തോന്നണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് എന്നെ നോക്കുന്നുണ്ട്. എൻ്റെ പരിഭ്രാന്തിയെ, എൻ്റെ നിസ്സഹായതയെ അവിടുന്ന് കാണുന്നുണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ ഒന്ന് കർത്താവിൽ ആശ്രയിക്കുക. സ്വസ്ഥത കിട്ടും, ശാന്തമായ ഉറക്കം കിട്ടും. നിസ്സാര കാര്യമല്ലല്ലോ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.